DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ എറണാകുളം ജില്ലയിലെ 14 നിയോജകമണ്ഡലങ്ങളിൽ അഭിമാനകരമാവുന്ന വിജയം UDF-നുണ്ടാകും. ചരിത്ര ഭൂരിപക്ഷമായിരിക്കും UDF-നുണ്ടാകുക. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും എറണാകുളം ജില്ലയിൽ CPM-ൻ്റെ അവകാശവാദം ഇപ്പോൾ നടത്തുന്നതിനേക്കാൾ വളരെ വലുതായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിജയം UDF-ന് ജനങ്ങൾ സമ്മാനിച്ചു. ആ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസവും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേള വരെ ഉണ്ടായിട്ടില്ല. സർക്കാരിനെതിരായി ജനം വോട്ട് ചെയ്യാൻ കാത്തുനിന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ. ജനവിരുദ്ധമായ നയങ്ങളും ദുസ്സഹമായിട്ടുള്ള നടപടികളും ഓരോ ദിവസവും സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നത് അക്ഷമരായി കാത്തുനിന്ന ജനം പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തിയതായി നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ പോളിംഗ് പെർസെൻറ്റേജിൽ നമുക്കത് ദർശിക്കാനും സാധിച്ചു. അതുകൊണ്ട് എങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ഈ വിധിയെഴുത്തിനെ അവലോകനം ചെയ്തതെന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. എന്തായാലും മെയ് 4 വരെ അവരത് പറയട്ടെ. ഈ ജില്ലയിൽ എവിടെയെങ്കിലും ഈ ഡീല് നടന്നതിന് ആരോപണം ഈ വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസിനുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ ജില്ലയിലും സംസ്ഥാനത്തും, ജില്ലയിൽ മാത്രമല്ല CPM BJP-യുമായി ഡീലുണ്ടാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെമ്പാടും അത്തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആ അവിശുദ്ധ ബന്ധം കുറേ കൂടി മറനീക്കി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ ബന്ധമുണ്ടായി എന്ന് പറഞ്ഞത് ഇടതുമുന്നണിയുടെ രണ്ടാമത്തെ കക്ഷിയായ CPI ആണ്. CPI-യുടെ മന്ത്രിയായിരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട VS സുനിൽകുമാറാണ്. വളരെ കൃത്യമായി UDF പറയുന്നതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീലുണ്ട് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതെല്ലാം നിയോജക മണ്ഡലങ്ങളിലാണ് LDF-നെ സഹായിക്കുക, മറിച്ച് BJP-യെ വിവിധ സ്ഥലങ്ങളിൽ CPM സഹായിക്കും. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം BJP-യുടെ A ക്ലാസ് മണ്ഡലമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ മണ്ഡലത്തിൽ ഇന്നലെ വന്ന ഒരു അരാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് കൊടുത്ത് ചക്കയിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡീലല്ലാതെ പിന്നെ എന്താ ഉള്ളത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഒറ്റക്കക്ഷി എന്നുള്ള രീതിയിൽ BJP അവിടെ ഭരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അവർക്ക് ചരിത്രത്തിൽ ആദ്യമായ ഒരു മുനിസിപ്പാലിറ്റി ഭരണത്തിൽ അവർക്ക് എത്താൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് BJP-ക്ക് കൂടുതൽ വോട്ട് വിഹിതം നേടാൻ കഴിഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് BJP മത്സരിക്കാതെ ഇന്നലെ അവരുടെ പാർട്ടിയിലേക്ക് വന്ന ഒരു ഘടകകക്ഷിക്ക് അവർ സീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡീലല്ലാതെ പിന്നെ വേറെ എന്തോ ഉള്ളത്? അപ്പോൾ അതിന് പകരം CPM അവർ വേറെ എവിടെയാണ് സഹായിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അവർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടത്തിയതുപോലെ തന്നെ വീണ്ടും തുടർന്നു പോവുകയാണ്. ഇത് കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വലിയ ആഘാതമേൽപ്പിക്കുന്ന ഒന്നാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും വരും നാളുകളിൽ അതിന് കനത്ത വില കൂടി നൽകേണ്ടി വരും എന്നുള്ളത് കൂടി ഞങ്ങളിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെയും UDF-നെയും ക്ഷീണിപ്പിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഈ BJP-യുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷീണമുണ്ടാകുന്നതും ദുർബലപ്പെടാൻ പോകുന്നതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസിനെയോ UDF-നെയോ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഈ കൂട്ടുകെട്ട് യാതൊരു തരത്തിലും ബാധിക്കില്ല. ഇത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വരെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്
അവർ UDF-ന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. ഈ എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി വേണമെന്നുള്ളത് അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞതാണ്. അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി UDF-ന് ഇനിയിപ്പോൾ മെയ് 4-ാം തീയതി കഴിയണം, വോട്ടെണ്ണി കഴിയണം, കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കണം, UDF-ന് ഭൂരിപക്ഷം ലഭിക്കണം. കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഒരു പ്രൊസീജിയറുണ്ട്. അത് പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളുടെ, ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം കേൾക്കും, മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം കേൾക്കും, കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അതാണ് കാലങ്ങളായി കേരളത്തിലും മറ്റു വിവിധ സംസ്ഥാനങ്ങളിലുമെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആ ചർച്ചകളെല്ലാം അത്തരത്തിൽ മാത്രമാണ് അതിനുള്ള മറുപടി. അത് തീർച്ചയായും ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ പ്രവർത്തനം എന്നുള്ള രീതിയിൽ കോൺഗ്രസും UDF-ഉം നടത്തിയ പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഞങ്ങൾ നടത്തിയ നിരവധി പോരാട്ടങ്ങളുണ്ട്, നിരവധി സമരങ്ങളും പ്രതിസന്ധികൾ നിറഞ്ഞ ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങളുടെയൊക്കെ ആകത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം UDF പ്രവർത്തകരും, എല്ലാ ആളുകളും കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ ഒരു വലിയ പ്രതിരോധം, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ആകത്തുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കി നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്തരത്തിലൊരു ചർച്ചയുണ്ടാക്കി ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരും കഠിനാധ്വാനം നടത്തിയവരും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ടവരും അവർക്കൊക്കെ മനസ്സിലൊരു മുറിവേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ കോൺഗ്രസിനകത്തും UDF-നകത്തും ആഭ്യന്തര കുഴപ്പങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിക്കുകയും ചെയ്യും. കോൺഗ്രസിന് അതിനകത്ത് കൃത്യമായ ഒരു മറുപടി എല്ലാ നേതാക്കന്മാരും എല്ലാവരും തന്നെ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായ എക്കാലവും കോൺഗ്രസ് നടത്തിയിട്ടുള്ള ആ ഒരു പ്രായോഗികമായിട്ടുള്ള പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിലൂടെ മാത്രമാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ വിജയത്തെയും വരാനിരിക്കുന്ന വിജയത്തെയും ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെയും ജനം എത്രത്തോളമാണ് സ്വീകരിച്ചിട്ടുള്ളത്, ആ വോട്ട് ചെയ്ത ജനങ്ങളെ കൂടി ഞങ്ങൾ വിശ്വാസത്തിലെടുത്ത് അവർക്ക് കൂടി അഭിമാനകരമാകുന്ന രീതിയിൽ കേരളത്തിൽ ഒരു 5 വർഷക്കാലം ഒരു മികച്ച ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ ഉന്നയിച്ച വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ പാർട്ടിയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്നത്തെ ഭരണവും തകർത്ത് കളഞ്ഞ എല്ലാ കേരളത്തിലെ സമസ്ത മേഖലകളെയും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒരു പുതിയുഗ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനും UDF ഒറ്റക്കെട്ടായി ഒരുമിച്ചുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ വെമ്പി നിന്ന ജനങ്ങൾ UDF-നെ തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന്റെ ഫലം വരുന്ന ദിവസം അറിയാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ഷിയാസ് പ്രകടിപ്പിക്കുന്നത്.